നാളത്തെ ബോർഡ് മീറ്റിംഗ് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യും. പിന്നെന്തിനാ സൂര്യ പോകാൻ പറഞ്ഞത്? ഇത് നമ്മുടെ തോൽവിയുടെ രാത്രിയല്ലേ. നാളെ നേരം വെളുക്കുന്നോടെങ്കിലും നമുക്കൊന്ന് ജയിക്കണ്ടേ? ഇന്ദ്രജ, ഇന്ന് രാത്രി നീ ഒരു കാര്യം ചെയ്യ്. എന്താ മമ്മി? ഞാൻ പറയാം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതും സഹിച്ചതും വേലക്കാരി നന്ദിനിയുടെ മിടുക്ക. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് പത്മയുടെ മിടുക്ക. എനിക്കേറ്റ അപമാനത്തിന് ഇനി ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഹലോ ആനന്ദ്. സൂര്യ സർ, നാളെ 10 മണിക്ക് ബോർഡ് മീറ്റിംഗ് ആണ്. അല്ല, ബോർഡ് മീറ്റിംഗിന് അമ്മയല്ലേ പങ്കെടുക്കാറ്? മാഡം വിളിച്ചിരുന്നു സർ. നാളെ ബോർഡ് മീറ്റിംഗിന് മാഡം പങ്കെടുക്കുന്നില്ല. പകരം സാറിനെ വിളിച്ചറിയിക്കാൻ പറഞ്ഞു. അതെന്താ അങ്ങനെ? എനിക്കറിയില്ല സർ. സാറ് കൃത്യസമയത്ത് എത്തൂല്ലോ അല്ലേ? ഓക്കെ, എങ്കിലേ ഒരു കാര്യം ചെയ്യാം. ബോർഡ് മീറ്റിംഗിൽ ഞാൻ മാത്രമല്ല പങ്കെടുക്കുന്നത്, എന്റെ ഭാര്യ നന്ദിനിയും ഉണ്ടാവും. സർ, എന്താ ഒരു ശബ്ദം കേട്ടത്? അത് ഇവിടെ കുഴപ്പമൊന്നുമില്ല. എന്റെ വൈഫ് നന്ദിനിയുടെ ചെറിയ കുസൃതികളാ. അല്ല, ഈ ഭാര്യയും ഭർത്താവും ബെഡ്റൂമിലാവുമ്പോ അറിയാലോ. അപ്പൊ ഓക്കെ ആനന്ദ്, എന്നാ നാളെ മീറ്റിംഗിൽ കാണാം. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. അതെന്താ സർ സംഭവം? എങ്ങോട്ട് എന്നെ കൊണ്ടുപോകാൻ പോകുന്നത്? അതോ, ഒരു ബോർഡ് മീറ്റിംഗ്. നന്ദിനി, നമ്മുടെ കമ്പനിയിൽ ഷെയർ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോ ഇടയ്ക്കിടയ്ക്ക് കമ്പനിയുടെ പ്രോഗ്രസും ഇനി മുന്നോട്ടുള്ള പദ്ധതികളും ഒക്കെ അവർക്ക് വിശദീകരിക്കാൻ വേണ്ടി അവരും നമ്മൾ ഒരു ബോർഡ് മീറ്റിംഗ് കൂടും. അതിന് ഞാൻ എന്തിനാ സർ? കമ്പനി കാര്യങ്ങളിൽ ഇനി ഞാൻ പങ്കെടുക്കുന്നിടത്തൊക്കെ താനും ഉണ്ടാവും. അത് നിർബന്ധ. സർ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. എന്നെ അവിടെ ഒന്നും കൊണ്ടുപോയിരുത്തല്ലേ, എനിക്ക് പേടിയാവും. അതെ, പാതിരാത്രി ശ്മശാനത്തിന്റെ നടുവിലല്ല ബോർഡ് മീറ്റിംഗ് നടക്കുന്നത്. പട്ടാപ്പകല് നമ്മുടെ ഓഫീസിനകത്ത് വെച്ചാ നടക്കുന്നത്. അകത്ത് താൻ എന്റെ സീറ്റിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ വരില്ല സർ, ഉറപ്പായിട്ട് ഞാൻ വരില്ല. ഓ, ഇനി അതിന്റെ പേരിൽ നേരം വെളുക്കുമ്പോ തന്നെ ഒളിച്ചോടി പോകണം അല്ലേ? എന്നിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഞാനങ്ങ് തിരഞ്ഞു നടക്കാം. മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങണ്ടോ? സർ സർ സർ, എന്നെ കൊണ്ടുപോയില്ലെന്ന് പറയൂ സർ. സർ 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 പറയൂ സർ. വലിയ കഷ്ടമായല്ലോ. കൊച്ചു പിള്ളേര് സ്കൂളിലേക്ക് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുന്നല്ലേ? നന്ദിനി, തന്നോട് പോയി കിടന്ന് ഉറങ്ങാനാ ഞാൻ പറഞ്ഞേ. സർ, പോയി കിടന്ന് ഉറങ്ങണ്ടേ? ഒന്നുറങ്ങാൻ. എന്നാലും പത്മ മേഡം ബോർഡ് മീറ്റിംഗ് ഒഴിവാക്കിയതിന് എന്താ കാരണം? ഇന്നത്തെ തോൽവിയുടെ ക്ഷീണം മാറി കാണത്തില്ല.